വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 2. ദൈവം തന്റെ ഏകജാതനെ എന്തിനായി നൽകി? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ ലഭിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു എന്റെ വചനം തന്നെയാണ് വിധി ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനങ്ങൾ നിരസിക്കുന്നവരെ പറ്റി സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഡാഷ് പോകുന്നില്ല, എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, പൂരിപ്പിക്കുക. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിരുനാളിന്. ക്വസ്റ്റ്യൻ നമ്പർ 6. വചനം ആരുടെ മുഖാന്തിരം മനുഷ്യർക്ക് വെളിപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 7. ശിഷ്യന്മാർ യേശുവിനോട് റബ്ബി ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവർ തിരിച്ചെത്തിയപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 8. ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബദ് എന്നവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. യൂദായ്ക്ക് താമാരിൽ ജനിച്ച ഡാഷ് ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പേരസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു, എന്നാൽ ഡാഷ് എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 11. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ന്യായാധിപന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർ ജീവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 13.
എവിടെ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ഞാൻ ലോകത്തിന് പ്രകാശമാണ് എന്ന് പറഞ്ഞത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. യഹൂദർ യേശുവിനോട് അടയാളം ചോദിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. കലവറക്കാരന്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ ആരോട് കൽപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 16. അന്ത്രയോസ് കുട്ടിയെ പറ്റി പറഞ്ഞത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു ചോദിച്ച ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 17. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതിയരിലെ എന്തായിട്ടല്ല. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളായി. ക്വസ്റ്റ്യൻ നമ്പർ 18. യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 19. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന അവനെ സൂചിപ്പിക്കുന്നത് ആരെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു പഠിപ്പിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 21. എന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും ഡാഷ് അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 22. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഈ അടയാളങ്ങൾ ചെയ്യുകയില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 23. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന വാക്കുകൾ ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 24. മനസ്സിൽ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആനന്ദിക്കുകയും ആസ്വദിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 25. ആത്മാവിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും? ആത്മാവിനെയായി വിതയ്ക്കുന്നവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. അന്ധകാരത്തിൽ നടക്കുന്നവൻ എവിടേക്കാണ് പോകുന്നത് എന്നറിയാത്തത് എവിടെയാണ് സംഭവിക്കുന്നത്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇരുട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു പറഞ്ഞു, എനിക്കുള്ളത് എന്താണെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന്
കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ അറിയാത്ത ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഏതു ഗ്രാമത്തിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്ലഹേം. ക്വസ്റ്റ്യൻ നമ്പർ 29. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവർ എന്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക എന്ന് ആരാണ് ചോദിച്ചത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 31. ബെത്സൈദ എന്ന കുളം എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അജകവാടത്തിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 32. സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകം ആയതുകൊണ്ട് ഞാൻ എന്തു വെറുത്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 33. സൂഫ് വംശജനായ എൽക്കാന എഫ്രായിം മലനാട്ടിൽ എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, റാമാത്തായിമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും ആരവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരെ റബ്ബി എന്ന് നിക്കോദെമോസ് വിളിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 36. പുത്രനെ അനുസരിക്കാത്തവന് എന്ത് ലഭിക്കുകയില്ല? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. മറിയം പറഞ്ഞ വാക്ക് എന്തായിരുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 38. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു എന്ന വാക്ക് ആരെ പറ്റിയാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 39. യേശു മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് എന്ന് പറഞ്ഞത് എന്തിനോടാണ് താരതമ്യം ചെയ്തത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിൽ നിന്നുള്ള ജനനം. ക്വസ്റ്റ്യൻ നമ്പർ 40. മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ യേശു ആരാണെന്ന് അവർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 41. ഏത് വചനത്തിലാണ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നതായി പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 42. കല്ലിൽ നടക്കുന്നവൻ എന്ത് കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോകത്തിന്റെ പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ
43. യേശുവിന്റെ വാക്കുകൾ ശിഷ്യർ എപ്പോഴാണ് ഓർമ്മിച്ചത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 44. പുരോഹിതന്മാർ ആളുകളോട് വിവരം ലഭിച്ചാൽ അറിയിക്കാൻ പറഞ്ഞ സ്ഥലം എന്ത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഇസ്രായേലിയരുടെ ആരുടെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 46. യേശു നിവർന്ന് പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. യേശുവിന്റെ പാദം തലമുടി കൊണ്ട് തുടച്ചത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മറിയം. ക്വസ്റ്റ്യൻ നമ്പർ 48. എഫ്രായിമിൽ താമസിച്ചിരുന്നത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവും ശിഷ്യന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 49. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ആരുയർപ്പിച്ചു എന്നാണ് ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 50. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു പോയത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കബർനാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ആന്ത്രയോസ്, ഫിലിപ്പോസ് ഇരുവരും യേശുവിനെ വിവരമറിയിച്ചത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിടെ എത്തിയവിടം. ക്വസ്റ്റ്യൻ നമ്പർ 52. യഹൂദർ വധിക്കാൻ ആഗ്രഹിച്ചതിനാൽ യേശു എവിടെയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 53. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നന്മ ചെയ്യുന്നതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദൈവദൂഷണം എന്ന് പറഞ്ഞ് യഹൂദർ യേശുവിനെ എവിടെയാണ് കുറ്റപ്പെടുത്തിയത്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സോളമന്റെ മണ്ഡപത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം എത്രയോളമായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 5000-ഓളം. ക്വസ്റ്റ്യൻ നമ്പർ 56. വയലിൽ കാള പെറുക്കാൻ അനുവദിക്കണമെന്ന് റൂത്ത് അപേക്ഷിച്ചു. എപ്പോൾ മുതൽ എപ്പോൾ വരെ വിശ്രമമില്ലാതെ കാള പെറുക്കുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രാവിലെ മുതൽ ഇതുവരെ. ക്വസ്റ്റ്യൻ നമ്പർ 57. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഡാഷ് പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത്
ഒന്നാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യയും. ക്വസ്റ്റ്യൻ നമ്പർ 58. വന്നു കാണുക എന്ന് പറഞ്ഞവർ ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു പറഞ്ഞു, എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് ഡാഷ്. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 60. സമരിയാക്കാരി യേശുവിനോട് അപേക്ഷിച്ചത് എന്തിനാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം തരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ ഡാഷ് നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 62. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഡാഷ് ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധ്വാന ഫലം. ക്വസ്റ്റ്യൻ നമ്പർ 63. യേശു വെളിച്ചമായ ലോകത്തിലേക്ക് വരുന്നുവെന്ന് പ്രഖ്യാപിച്ചത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല, ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 65. യേശു സ്ത്രീയോട് സംസാരിച്ചത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. നിങ്ങൾ സഹിച്ചവയത്രയും ആയിരുന്നുവോ തീർത്തും വ്യർത്ഥം? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 67. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടവർ ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. യേശു തന്റെ വാക്കുകൾ എവിടെയായിരിക്കും സംസാരിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ സന്നിധിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 71. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ എന്തു ചെയ്യുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സംസാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72.
സ്വമേധയാ സംസാരിക്കുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വന്തം മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 73. ഏത് വചനത്തിലാണ് വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 74. മർത്ത എന്തറിഞ്ഞിരുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം യേശുവിന് എന്ത് ചോദിച്ചാലും തരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 75. രാത്രിയിൽ ഈശോയെ സന്ദർശിച്ച യഹൂദ പ്രമാണി ആര്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവത്തെ വെളിപ്പെടുത്തിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാവുമായി ഗാഢബന്ധമുള്ള ഏകജാതൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. എൽക്കാന ആരെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹന്നായെ. ക്വസ്റ്റ്യൻ നമ്പർ 78. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിനു വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാപത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 79. അന്ധകാരത്തിലേക്ക് പോകുന്നവൻ മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല, അവന് എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 80. യേശു എന്തിനെ കണ്ട് അതിന് പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 81. യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല എന്ന വാക്കുകൾ ആരുടെ വാക്കുകളാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 82. അന്ധനെ അവർ അവസാനം എവിടെ നിന്ന് പുറത്താക്കി? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 83. എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും ഏതൊക്കെ സഭകൾക്കാണ് എഴുതുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലാത്യയിലെ. ക്വസ്റ്റ്യൻ നമ്പർ 84. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗലാത്യ 4-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 85. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാരാണ് ചോദിച്ചത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 86. ആടുകൾ ഇടയന്റെ സ്വരം കേൾക്കുന്നത് എന്തിന്റെ ചിഹ്നമാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുസരണം. ക്വസ്റ്റ്യൻ നമ്പർ 87. ഫിലിസ്ത്യർ ഇസ്രായേല്യരുടെ ദൈവത്തിനെ എന്താണ് പ്രകീർത്തിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമയെ. ക്വസ്റ്റ്യൻ നമ്പർ 88.
നാർദിൻ സുഗന്ധതൈലം എടുത്തത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മറിയം. ക്വസ്റ്റ്യൻ നമ്പർ 89. മോശ നിയമം സ്ത്രീയെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കല്ലെറിയണം. ക്വസ്റ്റ്യൻ നമ്പർ 90. വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശു പ്രകാശമുള്ളപ്പോൾ നടക്കുക എന്ന് പറഞ്ഞത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സംസാരിച്ചിടത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 92. സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല എന്ന് പറയുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഭാപ്രസംഗകൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 93. അന്ത്രയോസ് പറഞ്ഞ കുട്ടിക്ക് എത്ര അപ്പമുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 5. ക്വസ്റ്റ്യൻ നമ്പർ 94. യേശു ശിഷ്യരോട് പറഞ്ഞു, മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ശിഷ്യർ എത്ര കുട്ടകൾ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 95. തന്റെ ഡാസ് സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 96. സഹോദരിമാർ യേശുവിനോട് എന്തറിയിക്കാൻ ആളയച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലാസർ രോഗിയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 97. തന്റെ ജീവനെ ഡാഷ് അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. കർത്താവിന്റെ ഭുജം വെളിപ്പെട്ടത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. യേശുവിൽ പലരും വിശ്വസിച്ചത് എവിടെയാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആ സ്നാന സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 100. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ എത്ര പേരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. ആരെക്കുറിച്ചാണ് റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 20. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ
എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.